ഹലോ, ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം രാവിലെ 10:30. ഇന്ന് പോയി നാളെ വരിക, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ പ്ലാനിങ്. എവിടെ പോകണമെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാരമല്ല, എന്നാലും ഒന്നുകൂടെ പറയാം. ചിലപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണാമല്ലോ. എവിടാന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിലേക്കൊരു കുഞ്ഞു യാത്ര പോവാണ്. വലിയ ദൂരമൊന്നും പറയാനില്ല, തമിഴ്നാട് വരെ. ഇവിടുന്ന് നാഗർകോവിൽ വരെ KSRTCയിലും അവിടുന്ന് നേരെ തമിഴ്നാട് ബസ്സിലുമാണ് പോയത്. ബസ്സിലെ അത്ര വലിയ ബോറൊന്നും പറയാനില്ല, എന്നാൽ ചെറിയൊരു ബോറും ഉണ്ട്. പിന്നെ ബസ്സിൽ ഉറങ്ങി വലിയ ശീലമില്ലാത്തതുകൊണ്ട് ഉറങ്ങാനും പറ്റൂല. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആദ്യമേ ചെറിയ മഴയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. മഴ ചെറുതായിട്ട് കൂടുന്തോറും മലകളിലെല്ലാം മഞ്ഞുകൊണ്ട് മൂടി. പിന്നെ കാണാനും പറയണ്ടല്ലോ, വലിയ ദൂരത്തൊന്നും യാത്ര പോകാത്തതുകൊണ്ട് എനിക്കിതൊക്കെ സ്വർഗം പോലെ തന്നെയാണ്. കാണാൻ നല്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുള്ളതുകൊണ്ട് പെട്ടെന്ന് ആ ഫോണെടുത്ത് എല്ലാം ക്യാച്ച് ചെയ്തേ. ഇതിപ്പോ 3ാമത്തെ പ്രാവശ്യമാണ് ഇതേ അമ്പലത്തിലേക്ക് ഞാൻ പോകുന്നത്. ഒരുപക്ഷെ പോയതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പ്രാവശ്യമാണെന്ന് തന്നെ പറയാം. കാരണം നല്ല മഴ, നല്ല അന്തരീക്ഷം, കാണാൻ നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങൾ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ട്രിപ്പ് പോകുമ്പോഴത്തേക്ക് ഞാൻ പോവാറില്ലെന്നല്ല, എന്നെ വിടാറില്ല. അപ്പോൾ ഇങ്ങനെ പോയിട്ടൊന്നും വലിയ ശീലമൊന്നുമില്ല. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാൻ എന്തോ വലിയ എക്സൈറ്റ്മെന്റിലാണ്, അത് മാത്രം എനിക്കറിയാം. ഞങ്ങൾ നാഗർകോവിലെത്തി. പെട്ടെന്ന് തന്നെ അടുത്ത ബസ് കിട്ടി, അതിൽ കയറി. പിന്നെ അതിൽ കയറിയതിന് ശേഷം പറയാൻ പ്രത്യേകിച്ച് വലുതായിട്ടൊന്നുമില്ല, എന്നാലും കുറച്ച് കാടും മലയും വീടും ഒക്കെ കാണാം. ഇവിടെ നിന്നങ്ങോട്ട് വലുതായിട്ട് കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും ഒരു വലിയ കാടിനുള്ളിൽ 2 വീട്. ഇങ്ങനത്തെ കണക്കിലാണ് ഇവിടെ വീട് വെച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കുറെ പനകൾ കാണാം, കുറെ വീട്, വലിയ കാട്, ഇത്രേ ഉള്ളൂ ഇവിടെ വലുതായിട്ട് കാണാൻ. പിന്നെ ഇപ്പൊ ഈ കാണുന്ന മലകളൊക്കെ നമ്മൾ നേരത്തെ കണ്ടുവന്ന മലകളുടെ പകുതി പാർട്ടുകളാണ്. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് വീടുകൾ കണ്ടെത്തി. നമ്മുടെ ഇവിടത്തേക്ക് പോലെ സെയിം, അത്രേ ഉള്ളൂ. വീണ്ടും കാട്ടിലോട്ട് കയറി. കാടെന്നൊന്നും പറയില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. ഇതൊരു വലിയ പ്രദേശം,
ഇവിടെ കൃഷി ഉണ്ടാവും, ഒരു കുഞ്ഞു വീടുണ്ടാവും, ഒരു ചെറിയ കുളം ഉണ്ടാവും. ഇതാണ് ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് മനസ്സിലായത്. അങ്ങനെ പോയി സ്ഥലം എത്താറായി. അയ്യോ, അമ്പലത്തെ പറ്റി പറഞ്ഞില്ലല്ലോ. അമ്പലത്തിലെ വിശേഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അവിടെ പോയി ദൈവത്തിനോട് മനസ്സിറങ്ങി പ്രാർത്ഥിച്ച് എന്താണോ ആഗ്രഹം അത് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോഴിയോ ആടിനെ ബലി കൊടുക്കുക. അത്രേ ഉള്ളൂ ആചാരം. ഈ അമ്പലത്തിന് ചുറ്റും ഇനിയും ഒരുപാട് അമ്പലങ്ങളുണ്ട്. പക്ഷേ ചില അമ്പലങ്ങളിലെ പോറ്റികള് നമ്മുടെ തൊഴാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ദുഃഖങ്ങളുണ്ടെങ്കിലോ വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ എല്ലാം നോക്കി പറയുകയും അതിനുള്ള സൊല്യൂഷൻസും കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഭക്തരുടെ വിശ്വാസം. അമ്പലത്തിൽ ഭഗവാനെ തൊഴാൻ പോകുമ്പോൾ ഒരു കുട്ടയിൽ നാളികേരം, ഹാരം, ഭസ്മം ഇങ്ങനെയാണ് കൊണ്ടുപോകാറുള്ളത്. ഇതിലെ ഹാരം ഭഗവാനെ ചാർത്തുകയും ഭഗവാന്റെ കഴുത്തിലെ ഹാരം നമുക്ക് പ്രസാദമായിട്ട് തരികയും ചെയ്യുന്നു. ഇതാണ് ഇവിടുത്തെ പ്രസാദ രീതി. പിന്നെ ചില ഭക്തർ നേർച്ചയായിട്ട് തല മുട്ടയടിക്കുകയും കുഞ്ഞുങ്ങൾക്ക് ആദ്യമായിട്ട് കാതുകുത്തിയൊക്കെ ചെയ്യുന്ന ആചാരങ്ങളും ഇവിടെയുണ്ട്. പിന്നെ വരുന്നത് തേര്. തേരെന്തെന്ന് വെച്ചാൽ ഭഗവാനെ തേരിലിരുത്തി അമ്പലം ചുറ്റി വരിക. നമ്മളെ പോലെ തന്നെ ഇവിടെ ഒരുപാട് വിശ്വാസികൾ വരുന്നുണ്ട്. അയ്യോ, ഇത് കണ്ടില്ലേ, ആദ്യമായിട്ടൊരു കുഞ്ഞിന്റെ കാതുകുത്തുവാണ്. ആയപ്പോഴത്തേക്കും തിരക്ക് കൂടി. തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്ക്. ഇതാണ് ഭഗവാൻ തേരിൽ കയറിയുള്ള കാഴ്ച. ഇതൊക്കെ നമ്മുടെ അവിടെ പോലെ സെയിം എല്ലാ സാധനങ്ങളും വാങ്ങിക്കാനുള്ള തിരക്കിലാണ്.
ഈ സ്ഥലം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ഇവിടെ കുതിരപ്പുറത്ത് വരികയും ഭഗവാന്റെ മുന്നിൽ വെച്ച് ഒരു കുഞ്ഞ് ആട്ടിൻകുട്ടിയെ ശൂലത്തിൽ കുത്തി കൊണ്ടുപോകുന്നു. ആ ആട്ടിൻകുട്ടിയെ 1 വർഷത്തോളം വളർത്തി അടുത്ത ഉത്സവത്തിന് ആദ്യം ബലിയായിട്ട് നൽകുകയും ചെയ്യുന്നു. ഇതും ഇവിടുത്തെ ഒരു വിശ്വാസമാണ്. ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.